നമസ്കാരം. ഇന്ന് 2025 ഫെബ്രുവരി 5 ബുധനാഴ്ച. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ചാഗോസ് ദ്വീപുകളുടെ ഭാവി സംബന്ധിച്ച പുനരാലോചന കരാർ പ്രകാരം UK മൗറീഷ്യസിന് കൂടുതൽ പണം നൽകണമെന്ന നിർദ്ദേശവുമായി മൗറീഷ്യസിന്റെ പ്രധാനമന്ത്രി. ദ്വീപുകളുടെ പരമാധികാരം മൗറീഷ്യസിന് കൈമാറുമെന്ന് കഴിഞ്ഞ ഒക്ടോബറിൽ UK പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഏറ്റവും വലിയ ദ്വീപായ ഡീഗോഗാസിയയിലെ UK-US സൈനിക എയർബേസ് 99 വർഷത്തെ പാട്ടത്തിന് നിലനിർത്തിയിരുന്നു. എന്നിരുന്നാലും കരാർ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ മൗറീഷ്യസ് പുതിയ പ്രധാനമന്ത്രിയായി നവീൻ രാൽകുലത്തെ തെരഞ്ഞെടുത്തു. UKയുടെ പാട്ടക്കരാറിന്റെ തുക പണപ്പെരുപ്പവുമായി ബന്ധിപ്പിക്കുമെന്ന് അർത്ഥമാക്കുന്ന പുതിയ നിബന്ധനകൾ തന്റെ സർക്കാർ ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചു. ഒരു കരാറിലെത്തിയാൽ ഉടമ്പടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ സാധാരണ രീതിയിൽ സൂക്ഷ്മ പരിശോധനയ്ക്കും ഉടമ്പടി അംഗീകാരത്തിനുമായി ഇരുസഭകൾക്ക് മുന്നിൽ വെക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പ്രതിനിധി വ്യക്തമാക്കി. എന്നാൽ മൗറീഷ്യസിന്റെ പരാമർശത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഡൌണിംഗ് സ്ട്രീറ്റ് തയ്യാറായിട്ടില്ല. ബ്രെക്സിറ്റിന് ശേഷമുള്ള അതിർത്തി പരിശോധനകൾ ദുർബലമാകുന്നതായും ഇതുമൂലം രോഗം ബാധിച്ചതും അനധികൃതമായതുമായ മാംസം രാജ്യത്തേക്ക് എത്തുന്നുവെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ. സമീപ മാസങ്ങളിൽ യൂറോപ്പിൽ മാരകമായ മൃഗരോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ആരോഗ്യ അധികാരികളും വൈറ്റ് ഹാൾ ഉദ്യോഗസ്ഥരെയും കാർഷിക വ്യവസായികളെയും ആശങ്കയുടലാക്കിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ പ്രാബല്യത്തിൽ വന്ന ബ്രെക്സിറ്റിന് ശേഷമുള്ള അതിർത്തി പരിശോധനകളുടെ പുതിയ സംവിധാനം അപ്രായോഗികമാണെന്ന് പ്രതിഷേധമുയരുന്നുണ്ട്. ബ്രെക്സിറ്റിന് ശേഷമുള്ള സംവിധാനത്തിന് കീഴിൽ വാണിജ്യ വാഹനങ്ങളുടെ പരിശോധന ഡോവറിൽ തന്നെ നടക്കുന്നില്ല. പകരം 22 മൈൽ അകലെ അതിർത്തി നിയന്ത്രണ പോസ്റ്റിലാണ് നടക്കുന്നത്. എന്നാൽ എൻഫോഴ്സ്മെന്റിന്റെ അഭാവം കാരണം പല ലോറികളും പരിശോധനയ്ക്ക് ഹാജരാകുന്നതിൽ പരാജയപ്പെടുന്നുവെന്ന് വിമർശകർ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. പാർലമെന്റിന്റെ പരിസ്ഥിതി സെലക്ട് കമ്മിറ്റി സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്ക് മികച്ച സംരക്ഷണം ഉറപ്പുവരുത്തുവാൻ പദ്ധതിയുമായി സർക്കാർ. പ്രളയ മുന്നൊരുക്കങ്ങൾക്കും നിലവിലുള്ള പ്രളയബാധിത പ്രദേശങ്ങൾ പരിപാലിക്കുന്നതിനും അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനും സർക്കാർ റെക്കോർഡ് തുകയാണ് പാക്കേജിൽ നീക്കിവെക്കുന്നത്. ഇതുവഴി 10,000-കണക്കിന് വീടുകളും ബിസിനസ്സുകളും വെള്ളപ്പൊക്കത്തിൽ നിന്ന് മികച്ച രീതിയിൽ സംരക്ഷിക്കപ്പെടും. 2.65 ബില്യൺ പൗണ്ടിന്റെ 2 വർഷത്തെ റെക്കോർഡ് നിക്ഷേപം ഗവൺമെന്റ് പദ്ധതിക്കായി നടത്തുന്നുണ്ട്. പ്ലാൻ ഫോർ ചേഞ്ചിന്റെ ഭാഗമായി 2026 മാർച്ചോടെ 52,000 പ്രോപ്പർട്ടികൾക്ക് പുതിയ പദ്ധതിയിൽ നിന്ന് പ്രയോജനം ലഭിക്കും. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളവ, മെയിന്റനൻസ് പണികളുടെ വ്യാപ്തി എന്നിവയുടെ അടിസ്ഥാനത്തിൽ ധനസഹായം പുനഃക്രമീകരിക്കും. ഇത് 14,500 പ്രോപ്പർട്ടികൾക്ക് ഗുണം ചെയ്യും. മൊത്തം 66,500 പ്രോപ്പർട്ടികൾക്ക് ഈ ഫണ്ടിന്റെ പ്രയോജനം ലഭിക്കും. വെള്ളപ്പൊക്കത്തിന്റെ അവശേഷിപ്പിൽ നിന്ന് കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനൊപ്പം വലിയ തോതിലുള്ള നിക്ഷേപം സാമ്പത്തിക വളർച്ചയെയും പിന്തുണയ്ക്കുന്നുണ്ട്. ഇന്ത്യ-UK സ്വതന്ത്ര വ്യാപാര കരാർ ചർച്ചകൾ ഈ മാസം പുനരാരംഭിക്കുമെന്ന് സ്ഥിരീകരണം. ഫെബ്രുവരി 24-ന് ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന് ഉന്നത വൃത്തങ്ങൾ അറിയിച്ചു. UK ട്രേഡ് മിനിസ്റ്ററും സംഘവും ഇതിന്റെ ഭാഗമായി ഡൽഹിയിൽ എത്തിച്ചേരും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ 2026 ജനുവരിയിലാണ് ആരംഭിച്ചത്. UKയിലും ഇന്ത്യയിലും നടന്ന പൊതു തെരഞ്ഞെടുപ്പുകളെ തുടർന്ന് ഇടക്കാലത്ത് ചർച്ചകൾ നിർത്തിവെച്ചിരുന്നു. ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപങ്ങളും വർദ്ധിപ്പിക്കുക എന്നതാണ് കരാർ ലക്ഷ്യമിടുന്നത്. ഇത്തരം കരാറുകൾ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വ്യാപാരം ചെയ്യുന്ന വസ്തുക്കളുടെ തീരുവ പരമാവധി ഇല്ലാതാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും. കസ്റ്റംസ് തീരുവയില്ലാതെ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വിപണി പ്രവേശനം നൽകുന്നതിനൊപ്പം IT, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകൾക്ക് UK വിപണിയിൽ കൂടുതൽ പ്രവേശനം നൽകണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത്. മറുവശത്ത് സ്കോച്ച് വിസ്കി, ഇലക്ട്രിക് വാഹനങ്ങൾ, ആട്ടിറച്ചി, ചോക്ലേറ്റുകൾ, ചില മധുര പലഹാരങ്ങൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവയിൽ ഗണ്യമായ കുറവ് വരുത്തണമെന്ന് UKയും ആഗ്രഹിക്കുന്നുണ്ട്. സ്കൂളുകളിലെ മൊബൈൽ ഫോൺ നിരോധനം വിദ്യാർത്ഥികളുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തുകയോ മാനസികാരോഗ്യം ശക്തിപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ ഉറക്കം, ക്ലാസ് റൂം പെരുമാറ്റം, വ്യായാമം, എത്ര സമയം ഫോൺ ചെലവഴിക്കുന്നു എന്നിവ ഫോൺ നിരോധനവുമായുള്ള സ്കൂളുകളിലും ഇല്ലാത്ത സ്കൂളുകളിലും വ്യത്യസ്തമല്ലെന്ന് അക്കാദമിക് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പൊതുവെ സ്മാർട്ട് ഫോണുകളിലും സോഷ്യൽ മീഡിയകളിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നവർ കുറഞ്ഞ അക്കാദമിക് പ്രകടനം കാഴ്ചവെക്കുകയും മോശം മാനസികാരോഗ്യം അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളുകളിലെ ഫോൺ നിരോധനം ആവശ്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല. വിദ്യാർത്ഥികൾ മൊബൈൽ ഉപയോഗത്തിനായി ചെലവഴിക്കുന്ന സമയം കുറയ്ക്കുകയാണ് പ്രാധാന്യമായിട്ടുള്ളതെന്ന് പഠനത്തിന്റെ മുഖ്യ ഗവേഷകയായ ഡോക്ടർ വിക്ടോറിയ ഗിഡിയൻ പറഞ്ഞു.
ചൈൽഡ് സെക്ഷൽ അബ്യൂസ് കേസുകളിൽ നഷ്ടപരിഹാരത്തിനായി 3 വർഷത്തെ കാലപരിധി നീക്കം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് സർക്കാർ. ഇംഗ്ലണ്ടിലും വെയിൽസിലും ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ഇരകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നതിനുള്ള 3 വർഷത്തെ കാലപരിധി നീക്കം ചെയ്യുമെന്നാണ് മിനിസ്ട്രി ഓഫ് ജസ്റ്റിസ് പ്രഖ്യാപിച്ചത്. തീയതി പരിധിയില്ലാതെ നഷ്ടപരിഹാരത്തിന് കേസെടുക്കാൻ വിക്ടിംസിന് ഇനി മുതൽ അവസരം ലഭിക്കും. നിലവിൽ ദൗർഭാഗ്യകരമായ അനുഭവങ്ങൾക്ക് ശേഷം 3 വർഷത്തിനകം കേസുകൾ ഫയൽ ചെയ്യണമെന്നായിരുന്നു. പുതിയ പ്രഖ്യാപനത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷവും ഇരകൾക്ക് ന്യായമായ നഷ്ടപരിഹാരത്തിന് നിയമ നടപടികൾ സ്വീകരിക്കാം. കുട്ടികൾക്കെതിരായ ലൈംഗിക പീഡനം അനുഭവിച്ചവർക്ക് പലപ്പോഴും വർഷങ്ങൾക്ക് ശേഷമേ അവയെ തുറന്നു പറയുവാൻ സാധിക്കൂ. 3 വർഷം പോലൊരു പരിമിതി മൂലം മിക്കവാറും ഇരകൾക്ക് നീതി ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പുതിയ നിയമങ്ങൾ ഇരകളുടെ ആരോഗ്യവും നീതിയും ഒരുങ്ങാൻ വലിയ അവസരമാണ് ഉണ്ടാക്കുക. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് പൗരൻ മൈക്കൽ മരിച്ചു. ചൊവ്വാഴ്ച വൈകിട്ട് വാൽപ്പാറ പൊള്ളാച്ചി റോഡിലായിരുന്നു സംഭവം. റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയ്ക്ക് പിന്നിലൂടെ ബൈക്കിൽ പോകുകയായിരുന്നു മൈക്കൽ. ഇതിനിടെ ആന ആക്രമിക്കുകയായിരുന്നു. മൈക്കൽ ബൈക്കിൽ നിന്ന് വീഴുകയും എണീറ്റ് നിന്നതോടെ വീണ്ടും ആന ആക്രമിക്കുകയുമായിരുന്നു. സംഭവ സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ ബഹളം വെച്ചാണ് ആനയെ അവിടെ നിന്നും തുരുത്തിയത്. ഇതിനുശേഷമാണ് മൈക്കലിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം എസ്റ്റേറ്റ് ആശുപത്രിയിലും പിന്നീട് പൊള്ളാച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു. മൈക്കിളിനെ ആന ആക്രമിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു. സംഭവ സ്ഥലത്ത് മറ്റൊരു വാഹനത്തിൽ ഉണ്ടായിരുന്നവരാണ് വീഡിയോ ചിത്രീകരിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര നാളെ ആരംഭിക്കും. നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം നടക്കുക. 2-3 മത്സരങ്ങൾ യഥാക്രമം ഫെബ്രുവരി 9 കട്ടക്കിലെ ബരാബതി സ്റ്റേഡിയത്തിലും 12 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലും നടക്കും. 5 മത്സരങ്ങളുള്ള T20 പരമ്പരയിൽ ഇന്ത്യ 4-1 വിജയം കരസ്ഥമാക്കിയിരുന്നു. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെ പാകിസ്ഥാനിലും ദുബായിലുമായി നടക്കുന്ന ICC ചാമ്പ്യൻ ട്രോഫിക്ക് തയ്യാറെടുക്കുവാൻ ഇന്ത്യയെയും ഇംഗ്ലണ്ടിനെയും 3 ഏകദിന മത്സരങ്ങൾ സഹായിക്കും. രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ഏകദിന ടീമിൽ T20 ടീമിൽ നിന്ന് 6 കളിക്കാർ മാത്രമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 50 ഓവർ മത്സരങ്ങൾക്കുള്ള ഇംഗ്ലണ്ട് ടീമിൽ ജോ റൂട്ട് ഉൾപ്പെട്ടിട്ടുണ്ട്. ജോസ് ബട്ട്ലറാണ് ഇംഗ്ലണ്ടിനെ നയിക്കുക. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.